എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴത്തേക്കും കാർബ് കുറയ്ക്കണം എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നോളജ് ആണ് അല്ലേ. ചിലർ കാർബ്സിനെ അങ്ങ് മൊത്തത്തിൽ കട്ട് ചെയ്യും. എന്നാൽ എല്ലാ കാർബ്സും അങ്ങനെ ഒഴിവാക്കേണ്ടതുണ്ടോ? ഇല്ല. നമുക്ക് ബോഡിക്ക് ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കണം. ഇപ്പോൾ കാർബ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും 2 കപ്പ് ചോറ് കഴിക്കുന്നതിനെ 1 കപ്പ് ചോറാക്കുക, 3 ചപ്പാത്തി കഴിക്കുന്നതിനെ 1 ചപ്പാത്തി ആക്കുക, എല്ലാ ടിഫിൻസിന്റെയും പോർഷൻ കൺട്രോൾ ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ റൈസിനെ മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ ടിഫിനെ അങ്ങ് ഒഴിവാക്കുക. ഇതാണ് ഇവിടെ പലരും ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റിന്റെ കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷെ ഇതല്ല റിയാലിറ്റി. കാർബ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹൈ ഫൈബർ ആയിട്ടുള്ള കാർബും ലോ ഫൈബർ ആയിട്ടുള്ള കാർബും. ഓക്കെ, നമുക്കിതിൽ ഏതാ വേണ്ടത്? ഹൈ ഫൈബർ ആയിട്ടുള്ള കാർബ്. ഇനി നമുക്ക് വെയിറ്റ് ലോസിന് മാത്രമാണോ? അല്ല, എല്ലാവർക്കും തന്നെ ഹൈ ഫൈബർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് വേണ്ടത്. എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്യുക, ലോയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റിക്കളയാം. അപ്പൊ ഏതൊക്കെയാണ് ലോ ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ്? ഫസ്റ്റ് പറയുകയാണെങ്കിൽ വൈറ്റ് റൈസ്. ഓക്കെ, നമ്മൾ നോർമൽ വൈറ്റ് റൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന വൈറ്റ് റൈസ് മാത്രമല്ല, ഇഡ്ഡലി, ദോശ, അപ്പം, ഇടിയപ്പം, ഇതുപോലെ വരുന്ന ടിഫിനിലെല്ലാം വരുന്ന എന്താണ്? ഈ വൈറ്റ് റൈസ് തന്നെയാണ്. സോ അതെല്ലാം എന്ത് തന്നെയാണ്? ലോ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. സെക്കൻഡ് വരുന്നത് വൈറ്റ് ബ്രെഡ്. ഓക്കെ, പിന്നെ വരുന്നത് മൈദ കൊണ്ടുള്ള പ്രോഡക്റ്റുകൾ, മീൻസ് ബന്ന്, ബ്രെഡ്, ബിസ്ക്കറ്റ്സ്, ഇതുപോലെ എല്ലാം തന്നെ ലോ കാർബാണ്. ഓക്കെ, പിന്നെ അതിന്റെ സബ് പ്രോഡക്റ്റുകൾ എല്ലാം. ഓക്കെ, പിന്നെ റവയും ഒരു ടൈപ്പ് ലോ കാർബ് തന്നെയാണ്. സോ സാധാരണ റവ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹൈ ഫൈബർ ആയിട്ടുള്ള കാർബ്സ്? ഫസ്റ്റ് കാറ്റഗറിയിൽ രാജാവായിട്ട് നിൽക്കുന്ന ആളാണ് ബ്രൗൺ റൈസ് കേട്ടോ. അപ്പൊ അത് ബ്രൗൺ റൈസ് നമുക്ക് വെല്ലുവിളിക്കാൻ വേറെ ഒരു ഇത് ഇല്ലാന്ന് തന്നെ സത്യം പറയാം. മില്ലറ്റ്സ് എല്ലാം ഹൈ ഫൈബർ ആണ്. പക്ഷെ റിയൽ ബ്രൗൺ റൈസ് എന്ന് പറയുന്നത് എല്ലാം ഒരു കംപ്ലീറ്റ് ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ന്യൂട്രിയന്റും അത്രയും ലിങ്ക് ചെയ്ത് നമ്മുടെ ക്ലൈമറ്റിനോട് മാച്ച് ആയിരിക്കുന്ന, എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഹൈ ഫൈബർ കാർബാണ് നമ്മൾ ബ്രൗൺ റൈസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കരുത് എന്ത് ബ്രൗൺ റൈസ്. സെക്കൻഡ് എന്ന് പറയുന്നത് റോൾഡ് ഓട്സ്. ഓക്കെ, റോൾഡ് ഓട്സും സ്റ്റീൽ കട്ട് ഓട്സും വളരെ നല്ല ഹൈ ആയിട്ടുള്ള ഫൈബർ ഉള്ള കാർബാണ്. തേർഡ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് മില്ലറ്റ്, ബാജ്ര, ജോവാർ, കോഡോ, ഫോക്സ്ടെയിൽ, സോഗം, ബെന്യാർഡ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മില്ലറ്റുകളും തന്നെ ഹൈ ഫൈബർ ആണ്. ഓക്കെ, സോ ഇതെല്ലാം നിങ്ങൾ ധൈര്യമായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തോളൂ. ഇനി ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ, ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, ഒക്കെ ഇതും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ നിങ്ങൾ ആ ഒരു നോർമൽ വൈറ്റ് റൈസ് ബാറ്റർ ഉണ്ടല്ലോ, അതിന്റെ കൂടെ മില്ലറ്റിന്റെ ഫ്ലോർ കൂടെ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മില്ലറ്റ് വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ടിഫിൻസ് കഴിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി ഒരിക്കലും ഈ വലിയ മണ്ടത്തരം കാണിക്കരുത്. കാര്യം നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് കേട്ടോ കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ബോഡിക്കുള്ള ഒരു എനർജി, ഒരു ഇന്ധനം എല്ലാം ഇതിൽ നിന്ന് വേണം. അല്ലാതെ നമ്മൾ മറ്റേ പ്രോട്ടീൻസ് മാത്രം ക്രാഷ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇന്റേണൽ ഓർഗൻസിന്റെ ഡാമേജും നമുക്ക് ഒരു സ്ലോലി തന്നെ അത് നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരിക്കലും നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് കിട്ടില്ല. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ ഗുഡ് ഫാറ്റ്. ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ബ്രൗൺ റൈസ് എന്നല്ല എന്ത് കാർബ്സ് പറയുമ്പോഴായാലും അതിൽ കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല ഉള്ളത്. ഇപ്പൊ റൈസ് എടുത്താൽ അതിലും പ്രോട്ടീൻ ഉണ്ട്, അതിലും ഫാറ്റ് ഉണ്ട്, അതിലും മഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ ധാന്യവർഗം അല്ലെങ്കിൽ ഓരോ പയർവർഗം വാട്ടെവർ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് നമ്മൾ എടുക്കുമ്പോൾ അതിലെല്ലാം ഈ പറഞ്ഞ ന്യൂട്രിയൻസ് ഉണ്ട്. അതിന്റെ എല്ലാം അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. അതനുസരിച്ചിട്ടാണ് നമ്മളൊരു ന്യൂട്രീഷൻസ് അല്ല ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് അതനുസരിച്ചിട്ടാണ് ഒരു സാധനം റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി കാർബിനെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഇനി അറിഞ്ഞുകൂടാത്ത ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക, ഫാമിലി മെമ്പേഴ്സിന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഫൈബർ ഉള്ള കാർബ് വേണം, ഫൈബർ ഇല്ലാത്ത കാർബ്സ് നമുക്ക് കുറയ്ക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. സോ ഇനി ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഏത് കാർബ്സ് ആണ് കൂടുതൽ എടുക്കുന്നതെന്നും കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.